കാറിന്റെ അകത്ത് എസിക്ക് അടുത്തിരിക്കുന്ന സ്വിച്ചായ റീസർക്കുലേഷൻ മോഡ് ആൻഡ് ഫ്രഷ് എയർ മോഡ് ഇത് രണ്ടും എന്തിനുപയോഗിക്കുന്നു, അത് എപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാവോ? അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, ഞാനുണ്ടല്ലോ പറഞ്ഞു തരാം. അപ്പോൾ ദിസ് ഈസ് ഡേ 12 ഓഫ് 30 days 30 ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് പാർട്ട് 12. ഇതിലെ ആദ്യത്തെ മോഡായ റീസർക്കുലേഷൻ മോഡ്, അതായത് വാഹനത്തിന്റെ വെളിയിലത്തെ വായു ഉള്ളിലേക്ക് കയറ്റാതെ വാഹനത്തിന്റെ ഉള്ളിലെ വായു തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കൂൾ ചെയ്തെടുക്കുന്ന സിസ്റ്റത്തിനെയാണ് റീസർക്കുലേഷൻ മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു മോഡ് യൂഷ്വലി ഉപയോഗിക്കുന്നത് ട്രാഫിക്കില്, അതായത് ഹൈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു റീസർക്കുലേഷൻ മോഡ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മോഡിന്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ കുറെ നേരം ഈ റീസർക്കുലേഷൻ മോഡിൽ ഇട്ട് കഴിയുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിലെ ഓക്സിജൻ കുറയുകയും അതിലൂടെ നമുക്ക് തലകറക്കം, ക്ഷീണം മുതലായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1-2 മണിക്കൂർ റീസർക്കുലേഷൻ മോഡിലാണ് കിടക്കുന്നതെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഗ്ലാസ് താത്തി കുറച്ച് ഫ്രഷ് എയർ വണ്ടിയുടെ ഉള്ളിലേക്ക് കടത്തിവിടുക. വണ്ടിയുടെ ഉള്ളിലെ വായു തന്നെ റീസർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് വണ്ടിക്ക് കുറച്ചധികം മൈലേജ് ഈ ഒരു മോഡിൽ കിട്ടുന്നതായിരിക്കും. പിന്നീടുള്ള മോഡാണ് ഫ്രഷ് എയർ മോഡ്. വണ്ടിയുടെ വെളിയിലുള്ള വായു വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയാണ് ഈ ഒരു മോഡ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മോഡ് മെയിൻലി സജസ്റ്റ് ചെയ്യുന്നത് നല്ല അന്തരീക്ഷത്തിലാണ്, അതായത് കുറഞ്ഞ ട്രാഫിക്, കുറഞ്ഞ എയർ പൊല്യൂഷൻ ഉള്ള സാഹചര്യങ്ങളിൽ. വാഹനത്തിന്റെ വെളിയിലത്തെ വായു ഫിൽട്ടർ ചെയ്ത് കൂൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ മൈലേജ് ശകലം ഒന്ന് ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി ഏത് മോഡ് എപ്പോൾ ഉപയോഗിക്കണമെന്ന് അറിയാലോ? ഇതുപോലുള്ള കണ്ടന്റ്സ് പേജ് കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ഇനിയും കിട്ടിയാലോ. അപ്പൊ ഇറ്റ്സ് മീ അജിത്, സീ ഓൺ ദ സ്റ്റുഡിയോ.